മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് 6 കോടിയോളം രൂപയുടെ ധനസഹായം. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളി സംഘടനാ നേതാക്കളുമായും മാനേജ്മെന്റുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ജോഷില ചേരുന്നു. ജോഷില, വിശദാംശങ്ങൾ. ഷമ്മി, ഏറ്റവും ആശ്വാസകരവും സന്തോഷകരവുമായ കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമാശ്വാസ ധനസഹായമാണ് ഇപ്പോൾ ശരിയായിരിക്കുന്നത് എന്നുള്ളതാണ്. മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികളുടെ മാനേജ്മെന്റും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനാ പ്രതിനിധികളും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായിരിക്കുന്നത്. മാത്രമല്ല, നാളെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പിനായുള്ള തറക്കല്ലിടൽ കർമ്മം നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തറക്കല്ലിടൽ കർമ്മം നടത്തുക. ആ ഒരു സമയത്താണ് തൊഴിലാളികൾക്ക് കൂടി ആശ്വാസകരമായ ഈ വാർത്ത വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു തൊഴിലാളിയെയും സർക്കാർ കൈയൊഴിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ മാനേജ്മെന്റ് ആനുകൂല്യമൊന്നുമില്ലാതെ പിരിച്ചുവിടാൻ പോകുന്നു, ഇതിന് ഉത്തരവാദി സർക്കാർ ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ പടച്ചുവിടാൻ പ്രതിപക്ഷമടക്കം മുൻകൈയെടുത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനെതിരെ രംഗത്ത് വരാൻ കൂടി ഇവർ തയ്യാറായിരുന്നു. ടി സിദ്ദിഖ് MLA അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരാനുള്ള, അല്ലെങ്കിൽ എൽസ്റ്റൺ എസ്റ്റേറ്റ് തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ട് സമരം നടത്തി സർക്കാരിനെതിരെ തിരിയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ആ എല്ലാ ശ്രമങ്ങളും വിഫലമായിരിക്കുന്നു. സർക്കാർ ആ തൊഴിലാളികളെയും കൈവിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുന്നു. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പ്രതിനിധികളെയും അതുപോലെ തന്നെ മാനേജ്മെന്റും തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിലാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. 6 കോടിയോളം രൂപ ഇവർക്ക് ധനസഹായമായി, സമാശ്വാസ ധനസഹായമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, 2015 മുതൽ ഇതുവരെയുള്ള 2024 ഡിസംബർ വരെയുള്ള PF കുടിശ്ശിക നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. PF കുടിശ്ശിക മാത്രമല്ല, ഇതിന്റെ പിഴപ്പലിശ കൂടി PF ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷം അവരുടെ തീരുമാനപ്രകാരം അവർക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ PF കുടിശ്ശികയായ 2,73,43,304 രൂപയാണ് ഇവർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് 2023-24-25 വർഷങ്ങളിലെ ബോണസായി മൊത്തം 4,43,995 രൂപയും 2022-23-24 വർഷങ്ങളിലെ ആനുവൽ ലീവ് സറണ്ടറിന്റെ ആനുകൂല്യമായി 14,20,591 രൂപയും 2019-23 വർഷങ്ങളിലെ സാലറി ആരിയർ ആയ 4,46,382 രൂപയും നൽകാനായി തീരുമാനിച്ചിരിക്കുന്നു. ഇത് മാത്രമല്ല, തൊഴിലാളികൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും മാനേജ്മെന്റും നടത്തിയ ഈ ഒരു യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു തൊഴിലാളിയെയും നിരാശപ്പെടുത്തില്ല, എല്ലാ തൊഴിലാളികളെയും നെഞ്ചോട് ചേർത്ത് നിർത്തും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ അങ്ങനെ കൈവിടില്ല. നാളെ അവിടെ ടൗൺഷിപ്പിനായിട്ടുള്ള തറക്കല്ലിടൽ നടക്കുകയാണ്. ആ ഒരു സമയത്താണ് ആ തൊഴിലാളികൾ കൂടി സമാശ്വാസമായി ഇത്തരത്തിൽ 6 കോടിയോളം രൂപ നൽകാൻ മാനേജ്മെന്റുമായുള്ള ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. ഷമി, തീർച്ചയായും ജോഷില, എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. 6 കോടിയോളം രൂപ അവർക്കായി സർക്കാർ മാറ്റിവച്ചിരിക്കുന്നു. ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്.